യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടതോടെ മനസ്സിൽ കുറിച്ചിട്ടു. കവർച്ചയ്ക്ക് തയ്യാറെടുത്ത് തലേന്ന് തന്നെ എത്തി. രാത്രിയാകുന്നതുവരെ കാത്തിരുന്നു. പുലർച്ചെ ഭണ്ഡാരം തകർത്ത് പണവുമായി മുങ്ങി. കോട്ടയ്ക്കൽ പാലപ്ര പള്ളിയിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്ന മോഷ്ടാവ് മുജീബിനെ പിടികൂടിയപ്പോൾ പോലീസിന് ലഭിച്ചത് അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു പള്ളിയിലെ ഭണ്ഡാരം തകർത്ത് പണവുമായി രക്ഷപ്പെട്ടത്. കവർച്ചയ്ക്ക് പാലപ്ര പള്ളി തിരഞ്ഞെടുത്തതിന്റെ കാരണം മുജീബ് പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇങ്ങനെ. യൂട്യൂബില് നിങ്ങളുടെ പള്ളിയെ പറ്റിയിട്ട് അതായത് സ്ഥലം പള്ളിയാണ്. അത് അപ്പൊ അവന് മനസ്സിലായി അവിടെ പൈസ ഉണ്ടാവുന്നു. അതാണ് എന്റെ മോഹം. മുന്നോട്ട് ഒന്നും ഇല്ല വന്നില്ല. അന്ന് 5 മണിക്കാവുന്ന കൂടെ ഒരു ടീഷർട്ട് ഇട്ട ഒരാള് 5 മണിക്ക് വന്നിട്ട് എന്ത് ചെയ്ത് എത്രയ്ക്ക് വന്ന് രാത്രി പിന്നെ ഞാൻ അവിടെ പോയി കിടന്നു. ആളെ ഷെഡിലെ പൈസ എന്താ കട്ടി എനിക്ക് പറഞ്ഞാൽ മതി. പൈസ തരണ്ട പൈസ കാരണം ഞങ്ങളിത് വീക്കെൻഡിൽ ആഴ്ചയിൽ എടുക്കേണ്ടതാണ്. സതികാണെന്ന് സത്യം പറഞ്ഞു പൈസ കൊണ്ടോ. കോഴിക്കോട് നിന്നാണ് മുജീബിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നേരത്തെ വിവിധ സ്റ്റേഷനുകളിലായി 7 കവർച്ചാ കേസുകളുണ്ടെന്ന് കോട്ടയ്ക്കൽ പോലീസ് അറിയിച്ചു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പതിവായി ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവരുകയും മോഷ്ടിച്ച് ലഭിക്കുന്ന പണം മദ്യപാനത്തിനും ഭക്ഷണത്തിനും ഉല്ലാസ ജീവിതത്തിനും വിനിയോഗിക്കുകയുമാണ് മുജീബിന്റെ രീതിയെന്ന് പോലീസ് വ്യക്തമാക്കി. പള്ളിയിൽ നിന്ന് 7000-ഓളം രൂപ കവർന്നതായാണ് ഇയാൾ പറയുന്നത്. എന്നാൽ മുജീബിനെ പള്ളിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പോലീസിന് മുന്നിൽ വെച്ച് കള്ളന്റെ കണക്ക് പൊളിച്ചടുക്കി. പൈസ എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? പൈസ 7,000 രൂപ പറയുന്നത്. ബാക്കി ഇവിടെ തന്നെ പലിശയോ? അവർക്ക് അത്ര ഒരു കാര്യം ഞങ്ങൾ ഒരു ദിവസം ഒരു 9,660 ഒരു ശരാശരി ഞങ്ങളെ വരുമാനമുള്ളതാണ്. ചുരുങ്ങിയത് എന്തായാലും ഒരു 5 ശരിയാ. പിന്നെ ചിലപ്പോ പൈസ കിട്ടിയെന്നൊക്കെ പറയും. പക്ഷെ അത് എടുത്തിട്ട് നമ്മൾ എടുത്തേട്ട് കാണുന്നുണ്ട്. കൈയ്യോട്ട് വാരി വാരുണ്ട്. എന്നിട്ട് അതിലൊക്കെ 500 നോട്ട് തന്നെയാണോ? പിന്നെ 7,014 പോരത്? കറക്റ്റ് 2 രൂപ കൂടുതൽ. നാട്ടുകാരുടെ മുന്നിൽ കൂസലില്ലാതെയാണ് മുജീബ് കഴിഞ്ഞത്. കവർച്ചാ രീതികൾ ഇയാൾ പോലീസിന് മുന്നിൽ വിവരിച്ചു നൽകി. കവർച്ചയ്ക്ക് ശേഷം പള്ളി കെട്ടിടത്തിൽ ഒളിപ്പിച്ചിരുന്ന ആയുധങ്ങൾ ഇയാൾ പോലീസിന് എടുത്തു നൽകി. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പള്ളി ലക്ഷ്യമാക്കി കോട്ടക്കലിലെത്തുകയും തുടർന്ന് പള്ളി പരിസരങ്ങളിൽ തങ്ങിയ ശേഷം പുലർച്ചെ കവർച്ച നടത്തി രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അതോടെയാണ് മുജീബിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടുള്ളതായി വിവരം ലഭിക്കുകയും കോഴിക്കോട് പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയുമായിരുന്നു. ദിവസവും ഒട്ടേറെ ആളുകൾ എത്തുകയും സംഭാവന അർപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രമാണ് പാലപ്പുറം പള്ളി. ദിവസവും 10,000-ഓളം രൂപയുടെ വരുമാനം ഉണ്ടാകാറുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. റമദാൻ തുടങ്ങിയതോടെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളതിനാൽ വലിയ സംഖ്യ മുജീബ് കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇയാൾക്കെതിരെ 5 സ്റ്റേഷനുകളിലായി 7 കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു. മഞ്ചേരി ജയിലിൽ നിന്ന് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് മോഷണത്തിലേക്ക് വീണ്ടും തിരിയുകയായിരുന്നു. എഡിറ്റർ ലൈവ്, കോട്ടയ്ക്കൽ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്.
അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.